മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. CMRL എക്സാലോജിക്കിന് നൽകിയ തുകയെക്കുറിച്ചായിരിക്കും 3-അംഗ സംഘം അന്വേഷിക്കുക. മാസപ്പടി വിവാദത്തിലെ ആദായനികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദും തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സലാബ്ദീനും ചേരും. ആദ്യം ഡൽഹിയിലേക്ക് പോവുകയാണ്. വിഷ്ണു, ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് ഈ സംഭവത്തിന് ആധാരം. വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് എത്തിയത്? രേഷ്മ, ആദ്യം 3 അന്വേഷണ ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നത് സംബന്ധിച്ചൊരു വിവരം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ROC കർണാടകയായിട്ടുള്ള വരുൺ VS, അതോടൊപ്പം തന്നെ ഡയറക്ടർ, ചെന്നൈ വിഭാഗം ഡയറക്ടർ ആയിട്ടുള്ള KM ശങ്കർ നാരായൺ, പുതുച്ചേരി ROC ആയിട്ടുള്ള A ഗോകുൽനാഥ് എന്നീ 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനിയും CMRLും തമ്മിൽ നടത്തിയിട്ടുള്ള പണമിടപാട് സംബന്ധിച്ച ഇപ്പോൾ അന്വേഷണം നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. 2017 വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRL കമ്പനിയും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്ക് വേണ്ടി കരാറുണ്ടാക്കിയത്. ഈ കരാർ പ്രകാരമാണ് വീണയ്ക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും നൽകാൻ ഈ CMRL തയ്യാറായത്. എന്നാൽ ഈ പണം നൽകിയിട്ടുള്ള കാലയളവിൽ യാതൊരു തരത്തിലുമുള്ള സേവനങ്ങൾ നൽകിയിട്ട് ഈ CMRLന് നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആധാരം എന്ന് പറയുന്നത് CMRL ഡയറക്ടറായ ശശിധരൻ കർത്ത ആദായനികുതി തർക്ക പരിഹാര ബോർഡിന് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1.75 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഇപ്പോൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. CMRL കമ്പനിയിൽ നിന്നും ഇത്രയും തുക എക്സാലോജിക്കിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ CMRLന് പുറമെ KSIDCയും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും ഈ കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് 3-അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. 4 മാസത്തിനുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വീണ വിജയന് പുറമെ പ്രമുഖരായ വ്യക്തികൾക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ രേഖകളും ആദായനികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ CMRLിൽ നിന്ന് എക്സാലോജിക്കിന് ലഭിച്ച വരുമാനത്തെ കുറിച്ച് എല്ലാ വശങ്ങളും ഇപ്പോൾ ഈ ഒരു കേന്ദ്ര കമ്പനികാര്യ അതിന്റെ ഉടമസ്ഥ ആ ഒരു അന്വേഷണത്തിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, 4 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമിക നടപടികളിലേക്ക് എങ്ങനെയായിരിക്കും കേന്ദ്ര സംഘം കടക്കുക? സ്വാഭാവികമായും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KMRLിൽ നിന്നുള്ള രേഖകൾ എന്നിവ ഈ സംഘം പരിശോധിക്കും. എന്തായാലും ഈ രേഖകൾ പരിശോധിക്കുകയും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള അവയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് ഈ തുക കൈമാറ്റം ചെയ്യപ്പെട്ട സമയത്ത് ഇരു കക്ഷികളുടെയും മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പിന്നീടുള്ള അന്വേഷണം കടക്കുക. ഒരുപക്ഷെ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയാൽ വലിയ നടപടികൾ കൂടി നേരിടേണ്ടി വരും. കാരണം യാതൊരു സേവനവും നൽകാതെ ഇത്രയും തുക ഈ 2017 മുതൽ 2020 വരെയുള്ള ഏതാണ്ട് ഒരു 3 വർഷത്തിലേറെയുള്ള കാലയളവിനുള്ളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു ആദായനികുതി വകുപ്പിന്റെ ഈ ഒരു കണ്ടെത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് 3-അംഗ സമിതിയെ വെച്ച് അന്വേഷണം നടത്തുന്നത്. ഈ കണ്ടെത്തലുകളിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നും അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അനുബന്ധ രേഖകൾ ആരോപണ വിധേയർക്ക് ഹാജരാക്കാനുണ്ടോ എന്ന കാര്യവും കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് പരിശോധിക്കും. 4 മാസത്തിനുള്ളിൽ ഈ 3-അംഗ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. മറ്റു നടപടികളെല്ലാം അതിനുശേഷമായിരിക്കും ഉണ്ടാവുക.